ശബരിമലയിലെത്തിയാൽ മാളികപ്പുറത്തിന് പിന്നിലായി ഒരിടമുണ്ട്. ഇവിടെ എത്തി പേരും നാളും പറഞ്ഞ് പാട്ടുപാടിയാൽ ശനിദോഷം, ശത്രുദോഷം തുടങ്ങിയവയെല്ലാം മാറും എന്നാണ് വിശ്വാസം. മാളികപ്പുറത്തെ പറകുട്ടിപ്പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക്. ഹരരാ മഹാദേവ ആയില്യം ശുഭനക്ഷത്ര ജാതനായിരിക്കുന്ന അഭിനന്ദ നാമദസ്യ ഖേദിച്ചും ബാധിച്ചിരിക്കുന്ന കണ്ണും ദോഷം, നാവും ദോഷം, ശനിദോഷം, രാക്കുദോഷം, നെഞ്ചേർ നിഴക്കുത്ത് ആഭിചാര ദോഷങ്ങളെ തീർക്കുന്നേ ശത്രു സംഹാരമൂർത്തിയായിരിക്കുന്ന മഹാദേവ മാളികപ്പുറം ക്ഷേത്രത്തിന് പുറകുവശത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കൊട്ടിപ്പാട്ട് അഥവാ ഭാരത പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. പത്തനംതിട്ടയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടി പാടുന്നത്. കേശാധിപാതം കളപാടി മുടി മുതൽ കാലിന് നഖം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദോഷങ്ങളെ ഹനിപ്പിച്ചു വിടുവാണ്. മുന്നിലിരിക്കുന്ന ഭഗവാനും കൊട്ടുന്നാള് മഹാദേവനുമായിട്ടുള്ള സങ്കല്പം അങ്ങനെയാണ് ചെയ്യുന്നത്. പറകൊട്ടിപ്പാടിയാൽ നെറ്റി മുതൽ പാദം വരെ മുഴുവൻ പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ശബരിമല ഉണ്ടായ കാലം മുതലേ ഉള്ളൊരു കാര്യമായത്. അതിൽ അച്ഛനപ്പൂപ്പന്മാര് മുതലുള്ള കാര്യങ്ങളാണ്. 15ഓളം പേരാണ് പറകൊട്ടിപ്പാടാനായി ഇവിടെ ഉള്ളത്. തലമുടി മേലോ പുഷ്പവിടും നെറ്റുമേലോ ഇല്ലീകൾ പെരിയത്തേലോ ശത്രുദോഷകരം വരിക. 40 വർഷമായി തുടർച്ചയായി ദർശനത്തിനെത്തുന്ന കൊല്ലം സ്വദേശി മണിക്കുട്ടന് പറകൊട്ടിപ്പാടാതെ മലയിറങ്ങാൻ ആകില്ല. എല്ലാ കൊല്ലം വരെ പാടിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്റെ വിശ്വാസം, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. എല്ലാം മംഗളോടെ നടക്കുന്നുണ്ട്. മുൻപ് 18ാം പടിക്ക് സമീപമായിരുന്നു പറകൊട്ടിപ്പാടിയിരുന്നത്. തിരക്ക് വർദ്ധിച്ചപ്പോഴാണ് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റിയത്. മണിമണ്ഡപത്തിനും മാളികപ്പുറത്തിനും നടുവിൽ ഇങ്ങനെ പറംകൊട്ടിപ്പാടുമ്പോൾ ശബരിമല ദർശനത്തിന് അതിന്റെ ഫലം മുഴുവനും ലഭിക്കുമെന്നാണ് ഇതിന്റെ ഐതിഹ്യം. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറുന്നതിലുപരി വീട്ടിൽ 12 വർഷക്കാലം സമാധാനമുണ്ടാകുമെന്നതാണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്നത്. എന്തായാലും എല്ലാവരും ഇവിടെ എത്തുന്നതോടുകൂടി ഈ സ്ഥലവും പ്രസിദ്ധമാണ്. സന്നിധാനത്ത് നിന്നും അനന്തൂബിനാർക്കൊപ്പം YS അഭിനന്ദ്, 24.